Okay, എഴുതിക്കോളൂ. A concave mirror, a concave mirror, a concave mirror has a focal length of 12 centimeter. If an object is placed at 24 centimeter, find the position and nature of the image form. ഒരു കോൺകേവ് മിറർ ആണ്. ആ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 12 സെന്റിമീറ്റർ ആണ്. അത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 24 സെന്റിമീറ്ററിലാണ്. നമുക്ക് ഇമേജിന്റെ പൊസിഷനും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ നേച്ചർ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഒരെണ്ണം ഞാൻ ചെയ്തു തരാം, അടുത്തത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ കോൺകേവ് മിറർ ആണെങ്കിലും അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആണെങ്കിലും, ഇനിയിപ്പോൾ അടുത്ത കേസിൽ ലെൻസിന്റെ കേസ് വരുമ്പോൾ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഒക്കെ ആണെങ്കിലും അത് റഫായിട്ട് വളരെ റഫായിട്ട് സൈഡിൽ ഒരു പടം വരയ്ക്കുക. ഓക്കെ, അതായത് വലിയ സ്കെയിലും പെൻസിലും ഒന്നും എടുത്ത് വരയ്ക്കണ്ട, ജസ്റ്റ് എന്താ ഇത് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഇത് മിറർ ആയിരുന്നല്ലോ, കോൺകേവ് മിറർ അല്ലേ. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കുന്നത്? കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ വെളിയിൽ സിൽവർ പോളിഷ്ഡ് ആണ് അല്ലേ, റിഫ്ലക്ഷൻ അകത്തും നടക്കും, ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഫോക്കൽ ലെങ്ത് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 24-ലാണ്. അപ്പൊ ഒബ്ജക്റ്റ് 24-ലാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒബ്ജക്റ്റ് അറ്റ് സി ആണ്. ശരിയാണോ? ഇവിടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെന്ന് അർത്ഥം. കാരണം 12 ആണ് ഫോക്കൽ ലെങ്തിൽ, 12ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 24 ആണ്. അപ്പോഴേ നമുക്ക് നേച്ചർ ഒക്കെ കിട്ടും. നേച്ചർ എന്താ? കോൺകേവ് ലെൻസിൽ സി വെക്കുമ്പോൾ റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്, സെയിം സൈസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോഴേ നേച്ചർ കിട്ടും. പക്ഷെ നമ്മളത് ന്യൂമറിക്കലി തെളിയിച്ച് കാണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റഫായിട്ട് നമ്മൾ പടം വരച്ചു. നമുക്ക് എന്തായാലും അറിയാം ഇതിന്റെ ആൻസറും 24 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അതാണ് പടം റഫായിട്ട് വരയ്ക്കുന്നതിനുള്ള ഗുണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ വീഴും. ഓക്കെ ആണല്ലോ? ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ എഫ് 12 സെന്റിമീറ്റർ. ഇനി നോക്കിക്കോണം, ലെഫ്റ്റിലോട്ടാണ് ഫോക്കൽ ലെങ്ത് അളന്നത് കൊണ്ട് ഫോക്കൽ ലെങ്ത് -12 എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. -12 സെന്റിമീറ്റർ അല്ലേ? ഇനി ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇത് 24 ആണ്. അതും നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ട് അതും ഫോക്കൽ ലെങ്ത് പോളിന്ന് ലെഫ്റ്റിലോട്ടാണ് എടുക്കുന്നത്. അതും -24 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് പൊസിഷൻ ഓഫ് ഇമേജ് ആണ് കണ്ടുപിടിക്കുന്നത്. പൊസിഷൻ ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇനി ഇവരെ മൂന്നുപേരെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? മിറർ ഫോർമുലയാണ്. മിററിന്റെ കേസിൽ മിറർ ഫോർമുല എന്താ? 1/f = 1/v + 1/u. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വി കണ്ടുപിടിക്കണമെങ്കിൽ വിയിൽ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുക. അതായത് ഇപ്പൊ ഇവിടെ 1/v എന്നാണ് കിടക്കുന്നത്, അതിനെ വി ആക്കണം. വി ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ 1/uനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/f - 1/u = 1. ഇപ്പൊ കേറിയത് ആരാ ഒന്ന് പറയാമോ? ഓക്കെ, ഡിയാൻ ഈ ക്വസ്റ്റ്യൻ എഴുതിയിടുക. കോൺകേവ് മിററിന്റെ ഒരു ന്യൂമറിക്കലാണ് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്നൊന്ന് എഴുതിയെടുത്തേ. ഇത് എഴുതി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണത്തില്ലേ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് വിയിൽ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുക, വിനെ മാത്രം ഒരു സൈഡിലാക്കുക. ഇപ്പോൾ 1/v ഒരു സൈഡിലാക്കി, ഇനിയും നമ്മളത് വിനെ മാത്രം ആക്കുക. അപ്പോൾ 1/v വി ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സൈഡിൽ നമ്മൾ LCM എടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം, ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇക്വേഷന്റെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആ സൈൻ ഒക്കെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്താണോ നിങ്ങൾക്ക് അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കുന്നത് ഈസിക്കൽ ടു ആക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പം വി ഇപ്പൊ 1/v ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് വി ആവേണ്ടത്. വി കണ്ടുപിടിക്കണമെങ്കിൽ ഈ വി മോളിൽ പോകണം. അപ്പം ഇവിടെ രണ്ട് റെസിപ്രോക്കൽ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ആദ്യം LCM എടുക്കണം. ഇത് ഇങ്ങോട്ടും ഇതിങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ യു ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു, എഫ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -f വന്നു, ഡിവൈഡഡ് ബൈ എന്താ f ഇൻറ്റു യു വന്നു, ഈസിക്കൽ ടു 1/v. ഇനി നമുക്ക് നേരെ തിരിച്ചിടാം. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതും റെസിപ്രോക്കൽ എടുക്കുക. അപ്പം FU ഡിവൈഡ് ബൈ എന്താ u മൈനസ് എഫ് ഈസിക്കൽ ടു v. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി ആൻസർ ആയി. അപ്പം എഫിന്റെ വാല്യൂ എന്താ? എഫ് എന്ന് പറഞ്ഞാൽ -12 ആണ്. ഇൻറ്റു യുവിന്റെ വാല്യൂ എത്ര? -24 ആണ്. ഡിവൈഡഡ് ബൈ യുവിന്റെ വാല്യൂ എത്രയാ? യു എന്ന് പറയുമ്പോൾ -24 -12 എന്ന് വരും, ഈസിക്കൽ ടു v. ഓക്കെ, ഇനി 24 ഇൻറ്റു 12 ചെയ്യാം. 24 ഇൻറ്റു 12 8, 8 2 ഇൻറ്റു 2 4 4 ഇതും 4 ഇത് 2 8 8 2 288 വരും മുകളിൽ. 288 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ 288. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണം, -24 -12 ആ വരുന്നത്. അപ്പം -24 -12 എന്ന് പറയുമ്പോഴത്തേക്കും -12 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആകുമ്പോൾ -24 + 12 എന്നായിരിക്കും വരുന്നത്. അപ്പം ഒരു പ്ലസും ഒരു മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്, സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടുക. 24 - 12 ചെയ്യുമ്പോൾ 12 കിട്ടും, വലിയ നമ്പറിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് -12. അപ്പോൾ നമുക്ക് -12 എന്ന് വരുന്നു, ഈക്വൽ ടു v എന്ന് വരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v എത്ര തന്നെ കിട്ടും? v ഈസിക്വൽ ടു 24 എന്ന് തന്നെ വന്നു. നോക്കിയോ, നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് സിയിൽ ഇരിക്കുമ്പോൾ ഇമേജും സി തന്നെയാണ്. അപ്പോൾ 24 തന്നെ കിട്ടി. ഇനി നേച്ചർ കണ്ടുപിടിക്കണം. നേച്ചർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറയാനായിട്ട് വിട്ടുപോയൊരു സംഭവമാണ്. നേച്ചർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണേ. അപ്പൊ ഞാൻ ഇവിടത്തെ കേസിൽ നമ്മൾ നേച്ചർ ചുമ്മാ അങ്ങ് എഴുതാം. എന്താ, ഒബ്ജക്റ്റ് സിയിൽ ഇരിക്കുമ്പോൾ ഇമേജ് സി അല്ലേ, അപ്പൊ നേച്ചർ എന്തായിരിക്കും? നമുക്കിപ്പോൾ പൊസിഷൻ കിട്ടി. നേച്ചർ ഓഫ് ഇമേജ് എന്തായിരിക്കും? നേച്ചർ ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ റിയൽ ആണ്, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്, അതേപോലെ തന്നെ എന്താണ് സൈസ് എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, ഇത് ശരിക്കും ഇങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിന് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ തരാം. ആ ടേബിൾ അങ്ങോട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് ഇവിടെ മുതൽ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ആ രീതി വേണം ചെയ്യാൻ. അത് ഞാനൊരു ടോപ്പിക്കായിട്ട് തന്നു കഴിഞ്ഞിട്ട് എഴുതിയാൽ തൽക്കാലം ഇതിന്റെ നേച്ചർ റിയൽ ഇൻവേർട്ടഡ് സെയിം സൈസ് എന്ന് എഴുതി. മനസ്സിലാകാത്ത കുട്ടികൾ എന്നോട് ചോദിക്കും, ചെറുതാക്കാം, എന്നിട്ട് നോക്കി എഴുതിക്കോളൂ. ഇത് ആർക്കെങ്കിലും മനസ്സിലാകുകയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. ഈ നമ്മുടെ ഡിയാൻ ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഡിയാൻ അവിടെ നിൽക്കട്ടെ, ഡിയാൻ ഇടയ്ക്കല്ലേ കയറി. ജുവൻ ഓക്കെ ആണോ?
ഓക്കെ. കൗസ്തവ് ഓക്കെ ആണോ? ഓക്കെ. ആരീഷ് ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങള്? നോയലും നെവിലും ഓക്കെ ആണോ? ഓക്കെ. നോറ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അതേപോലെ തന്നെ റാസിം ഓക്കെ ആണോ? റാസിം ഓക്കെ. തനുശ്രീ, അതേപോലെ സ്റ്റാലിന്, പിന്നെ ബാക്കി എല്ലാവരും, അതായത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സൗമ്യ എന്ന് പറയുന്ന അക്കൗണ്ട്, ഷാലി എന്ന് പറയുന്ന ഓക്കെ. അപ്പം ഏബൽ എന്ന് പറയുന്ന ആരുടെ അക്കൗണ്ടിനായിരുന്നു? ആരായിരുന്നു ഏബൽ? സാറേ ഞാൻ നെവില. ഓക്കെ. അപ്പൊ ഈ തൽക്കാലം ഒന്ന് എഴുതിയിടുക. എന്നിട്ട് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്ന് എഴുതിയിട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് പോലെ എഴുതിക്കുക. ഇമ്പോർട്ടന്റ് ഞാൻ ഇടയ്ക്ക് തരാൻ വിട്ടുപോയതാണ്. ഇത് ഒരു നോട്ടാണ്, ഏറ്റവും ലാസ്റ്റ് പഠിപ്പിക്കേണ്ട നോട്ടാണ്. അവിടെയും പഠിപ്പിക്കണമായിരുന്നു. അതായത് മിററിന്റെ അവിടെയും ലെൻസിന്റെ അവിടെയും രണ്ടിടത്തും പഠിപ്പിക്കേണ്ട സാധനമാണിത്. പക്ഷെ രണ്ടും കൂടെ ഒറ്റയാക്കി ഞാനങ്ങ് തരാം. ഓക്കെ. നോട്ടായിട്ട് തന്നെ എഴുതണം. ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കിക്കോണം. അതെന്താണെന്നറിയാമോ? ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ് ആണ്, മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നേച്ചർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നേച്ചർ കിട്ടും. റിയൽ ആണോ, വെർച്വൽ ആണോ, അല്ലെങ്കിൽ ഇറക്റ്റ് ആണോ, ഇൻവെർട്ടഡ് ആണോ എന്ന് കിട്ടും. ഇനി ഇത് ഒരു ഡോട്ട് ഇട്ട് എഴുതണം. ഇനി ഈ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും എന്ന് അറിയാമോ? ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. അതായത് മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ നേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും, ന്യൂമറിക്കൽ വരും. അപ്പൊ നിങ്ങൾ വിഒ അല്ലെങ്കിൽ യുഒഎഫ്ഒ ഒക്കെ ആയിരിക്കും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഇമേജ് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വലും ഇറക്റ്റും ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പം നമ്മൾ അതിന്റെ നേച്ചറിനകത്ത് രണ്ടെണ്ണമായി. ഇനി സൈസ് കൂടെ നേച്ചറിനകത്ത് പറയണം. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സൈസ് വലുതാണോ ചെറുതാണോ എന്ന് കിട്ടത്തുള്ളൂ. എന്നാൽ റേ ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ആ വാല്യൂവിൽ നിന്നും സൈസ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഡോട്ട്. ഇനി ഇഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഈസ് എൻലാർജ് ആയി. ഇമേജ് ഈസ് ലാർജ് ഇൻ സൈസ് എന്ന് എഴുതിയാൽ ഇമേജ് ഈസ് ലാർജ് ഇൻ സൈസ്. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഈക്വൽ ടു 1 ആകിട്ടുന്നെങ്കിൽ സെയിം സൈസ്. ഇനി മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ് ആയി, അല്ലെ സ്മോൾ ഇൻ സൈസ് എന്ന് എഴുതാം. ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ നേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ എല്ലാമായി. മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വലും ഇറക്റ്റും ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൈസ് ലാർജ് ആയിരിക്കും, ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ, ഒരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം പറയാം. എം ഈസ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് എന്തായിരിക്കും ജുവാനെ? എം ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് -2 ആണ്. നേച്ചർ പറയാം. റിയൽ ഇൻവേർട്ടഡ്. അത് ഓക്കെ ആയി. സൈസ് ഒന്ന് പറയാം. കേട്ടില്ല. അതെന്തുകൊണ്ടാ ലാർജ് എന്ന് പറഞ്ഞേ? 1 കൂടുതൽ ആണ്.
ഉറപ്പാണല്ലോ? um, ഓക്കെ, അത് കറക്റ്റ് ആണ്. ഈ സൈൻ നിങ്ങൾ ഒരിക്കലും നോക്കല്. കഴിഞ്ഞ വർഷം പഠിച്ച കുറെ കുട്ടികൾ -2 എന്ന് പറയുന്നത് 1-നേക്കാട്ടിലും ചെറുതല്ലേ സാറേ, അപ്പം അത് ഡിമിനിഷ്ഡ് അല്ലേ എന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു ഡൗട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ചെറുത്. ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ട് എല്ലാവർക്കും വരും. അപ്പോ സൈസ് പറയുമ്പോൾ മാത്രം ഈ സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഈ നമ്പർ മാത്രം ഓർത്താൽ മതി. അപ്പൊ 2 ആണെങ്കിൽ >1 ആണ് വരുന്നത്. അപ്പൊ ലാർജ് ഇൻ സൈസ്. ഓക്കെ ആണല്ലോ? പലർക്കും കൺഫ്യൂഷൻ വരുന്നതും തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. m = -2 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇമേജിന്റെ നേച്ചർ റിയൽ ഇൻവേർട്ടഡ് എന്ന് എഴുതി വെക്കുമെങ്കിലും സൈസ് നിങ്ങൾ എന്ത് ചെയ്യും? ഡിമിനിഷ്ഡ് എന്ന് എഴുതി വെക്കും. എന്നിട്ട് അത് എന്നോട് നമ്മൾ എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, സാറേ -2 എന്ന് പറയുന്നത് 1-നേക്കാട്ടിലും ചെറുതല്ലേ എന്ന് ചോദ്യം. അവിടെ സൈസ് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ സൈൻ നിങ്ങൾ എടുക്കുകയേ വേണ്ട. ആ നമ്പർ മാത്രം എടുത്താൽ മതി എന്നാണ് അതിന്റെ കാര്യം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊന്ന് എഴുതിയിട്ടിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊന്ന് എഴുതിയിട്ട് തനുശ്രീ m -1 കിട്ടി. നേച്ചർ എന്ന് പറയാമോ? Same size. സെയിം സൈസ്. Real and inverted. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. m +2 കിട്ടി, അല്ലെങ്കിൽ പോട്ടെ m3 കിട്ടി. നേച്ചർ എന്താന്ന് റാസിമിന് പറയാൻ പറ്റുമോ? Virtual and direct. വെർച്വൽ ആൻഡ് ഡയറക്റ്റ്. ഓക്കെ, ഗുഡ്. Diminished. ഡിമിനിഷ്ഡോ? Large in size. ലാർജ് ഇൻ സൈസ്. കാരണം എന്താ? ഈ 3 എന്ന് പറയുന്നത് 1-നേക്കാളും കൂടുതലല്ലേടാ? ഓക്കെ, ഓക്കെ, ഓക്കെ. m = 1 വന്നു. ആരിഷ് എന്ന് പറഞ്ഞ ആരിഷ് എന്താ നേച്ചർ? Same in size. Image is virtual and direct. വെരി ഗുഡ്. വെർച്വൽ ആൻഡ് ഡയറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് നേച്ചർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ റഫായിട്ട് റേ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളിപ്പം ഈ ക്വസ്റ്റ്യൻ്റെ എഴുതിയ പോലെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷെ അത് തെളിയിച്ച് കാണിക്കണം, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട്. അതാണ് നമ്മുടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ റേ ഡയഗ്രാം വരച്ചതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം തറോ ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താ? നമുക്കറിയാം, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി വെക്കുമ്പോൾ ഇമേജ് ഫോക്കസിലായിരിക്കും. ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെക്കുമ്പോൾ ഇമേജ് ബിറ്റ്വീൻ f and to f അല്ലെങ്കിൽ f and c ആയിരിക്കും. ഒബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോൾ ഇമേജും സിയിലായിരിക്കും. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f and c വെക്കുമ്പോൾ ഇമേജ് ബിയോണ്ട് സി ആയിരിക്കും. ഒബ്ജക്റ്റ് അറ്റ് f വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f and p വെക്കുമ്പോൾ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അപ്പൊ അതിന്റെ എല്ലാ നേച്ചറും നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് ന്യൂമറിക്കലി തെളിയിച്ച് കാണിക്കണം ഈ രീതിയിൽ. അപ്പം ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യണം, ഞാൻ പറഞ്ഞു തരത്തില്ല. An object is placed 40 centimeter from a concave mirror. If the image formed is virtual and image formed is virtual and located
10 centimeter behind the mirror. അപ്പൊ ബിഹൈൻഡ് ദ മിററും കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് നേച്ചർ മനസ്സിലാവും. എന്തുവാ വെർച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെർച്വൽ ഇറക്റ്റും എൻലാർജ്ഡും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഇമേജ് ഡിസ്റ്റൻസും ഓൾറെഡി തന്നിട്ടുണ്ട്, ഒബ്ജക്ട് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് വേറെ എന്നാണ്, അത് പറഞ്ഞു തരാം. എന്താ കണ്ടുപിടിക്കുന്നത്? ബിഹൈൻഡ് ദ മിറർ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് the mirror. ഒന്ന് തന്നെ കണ്ടുപിടിച്ചു. ഇവിടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് മിറർ ഫോർമുല വെച്ച് ഫോക്കൽ ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ പെട്ടെന്നാട്ടെ.